الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. أعوذ بالله من الشيطان الرجيم. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون متى هذا الوعد إن كنتم صادقين. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ അംബിയായിലെ 38 മുതൽ 40 വരെയുള്ള 41 വരെയുള്ള ആയത്തുകളാണ് നമ്മളിവിടെ ഓതിയത്. ഈ ആയത്തുകളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരാകത്തുക പരലോക നിഷേധികളായ മക്കത്തെ മുശ്രിക്കുകൾ, അതുപോലെ ഖിയാമത്ത് വരെ അവരുടെ ആശയം പുലർത്തുന്ന ആരൊക്കെയുണ്ടോ
ആ ആളുകൾക്കൊക്കെയും അവരെയൊക്കെയും പ്രതിസ്ഥാനത്ത് നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന വചനങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. വളരെ ഭീഷണിയുടെ, ഒരു ഭീകരതയുടെ ഒരു സ്വരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആദ്യത്തെ ആയത്ത് സൂറത്തുൽ അംബിയായിലെ 38-ാമത്തെ ആയത്ത്, ഓതിവെച്ച 38-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയണം, وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. وَيَقُولُونَ, അവർ പറയുന്നു, മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വാഗ്ദാനം. മതാ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, ഹാദൽ വഅദ് ഈ വാഗ്ദാനം. നബി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അന്ത്യവും ശിക്ഷാ നടപടികളും അതുപോലെ വിചാരണയും ഇതൊക്കെ എന്നാണ് നടക്കുക? ഈ വാഗ്ദാനം, ഈ പറയപ്പെടുന്ന വാഗ്ദാനം വന്നെത്തും ചെന്നെത്തും എന്നൊക്കെ പറയുന്ന വാഗ്ദാനം എന്ന് പുലരും എന്നവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ, സത്യസന്ധർ ആണെങ്കിൽ, നിങ്ങളാണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുക എന്നൊന്ന് പറഞ്ഞു തരും. ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യത്തിലൂടെ അത് അവരെ അറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. ഇതെപ്പോഴാണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനാണോ മക്കാര് ചോദിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു ദിവസമേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ഒരു സംഭവം പോലും നടക്കില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞാനും ഇതൊക്കെ നാശം വന്ന് ഞങ്ങൾക്ക് പറയപ്പെടുന്ന ശിക്ഷ ഒന്ന് കിട്ടുമോ എന്നുള്ളത് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യം ഒരുപാട് കാലഘട്ടം മുമ്പുള്ള ആളുകൾ വരെ ചോദിച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരോടും ഈ പരലോകത്തെക്കുറിച്ച്, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഈ 3 വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ദഅവത്ത്, പ്രബോധനം. അപ്പൊ അത് സംബന്ധമായ ആയത്തുകൾ, അത് സംബന്ധമായ ദൃഷ്ടാന്തങ്ങൾ ഒക്കെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആളുകളുടെ ഒരു തിരിച്ചുള്ള ഒരു രീതി, ഇത് നടക്കുന്നത് തന്നെയാണോ, ഇങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ, സത്യമാണെങ്കിൽ അത് എന്നാണ് എന്നുള്ള നിലക്കുള്ള പ്രതികരണങ്ങൾ നമുക്ക് ധാരാളമായി വിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചത് കാണാൻ കഴിയും. എത്രയോ വചനങ്ങൾ സമാനമായി വയഖൂലൂൻ മതാ ഹാദൽ വഅദ് ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്നാണ് ഈ വാദം പുലരുക, നിങ്ങളുടെ ഈ ലോകത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് അത് എന്നാണ് പുലരുക എന്ന് ചോദ്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവർ ചോദിക്കണം, മുഹമ്മദേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഈ ലോകം തകരുന്നത്? ഈ പറയുന്നത് വെറും വാക്കല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചോദ്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിൽ എന്താ പറയുന്നത്? ലൗ യഅലമുൽ ലദീന കഫറു, ലൗ യഅലമുൽ ലദീന കഫറു, അവിശ്വസിച്ചവർ, ഈ വിശ്വസിക്കാത്ത കൂട്ടർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലദീന കഫറു, ലൗ യഅലമു എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, ഇങ്ങനൊരു ലോകമുണ്ട് എന്ന് അവിശ്വസിച്ചവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഹീന ലാ യകുഫൂൻ അവർക്ക് തടയാൻ കഴിയാത്തൊരു സന്ദർഭത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലാ യകുഫൂൻ എന്ന് പറഞ്ഞാൽ തടയാൻ കഴിയാത്തത് എന്നാണ്. കഫ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. ലാ യകുഫൂൻ അവർക്ക് തടയാൻ കഴിയാത്ത, ഹീന ലാ യകുഫൂൻ, ഹീന എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഹീന സന്ദർഭം, സമയം. അപ്പൊ ഹീന ലാ യകുഫൂൻ അവർക്ക് തടയാൻ കഴിയാത്ത സന്ദർഭത്തെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്? അൻ വുജൂഹിഹിം അവരുടെ മുഖങ്ങളിൽ നിന്ന്, അവരുടെ മുഖങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖങ്ങളിൽ നിന്ന്, അന്നാർ എന്തിനെ? നരകത്തീ നാളത്തെ, ജ്വലിക്കുന്ന ജ്വാലയെ, നരകത്തീ നാളത്തെ അവരുടെ മുഖങ്ങളിൽ നിന്ന് പൊത്തിപ്പിടിക്കാൻ, മാറ്റിപ്പിടിക്കാൻ, തടുത്തു നിർത്താൻ അവർക്ക് കഴിയാത്തൊരു സന്ദർഭത്തെ ഈ അവിശ്വസിച്ചവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പിന്നെയോ വലാ അൻ ളുഹൂരിഹിം അവരുടെ മുതുകുകളിൽ നിന്നും ഈ നരകത്തീ ജ്വാലയെ തടുത്തു നിർത്താൻ അവർക്ക് കഴിയില്ല എന്ന സത്യത്തെ അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, പിന്നെയോ വലാ ഹും യുൻസറൂൻ
അവർ വലാഹും അവരല്ല യുൻസറൂൻ സഹായിക്കപ്പെടുന്നവർ അല്ല എന്നാണ് അർത്ഥം. അപ്പൊ അവർ സഹായിക്കപ്പെടാത്തതുമായ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ മുതുകുകളിലും അവരുടെ മുഖങ്ങളിൽ നിന്നും നരകത്തീ നാളത്തെ തടുത്തു നിർത്താൻ കഴിയാത്തൊരു സന്ദർഭത്തെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ അവർക്ക് മറ്റൊരാളും സഹായിയായി കിട്ടാത്ത, ഒരാളും സഹായിക്കാൻ കടന്നു വരാത്ത ഒരു സന്ദർഭത്തെ അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിലൂടെ അവർക്ക് മറുപടി എന്നോണം പറഞ്ഞു. ആ മറുപടിയിൽ അവർക്ക് മറുപടി മാത്രമല്ല, വിശ്വസിച്ചവരായ ഒരു കൂട്ടം വിശ്വാസികൾക്ക് അതൊരു ഉത്ബോധനം കൂടിയാണ്. പിന്നെയുള്ള ആയത്ത് നോക്ക് നിങ്ങൾ. ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതീഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ. ബൽ എന്നാൽ, ബൽ പക്ഷേ എന്നാൽ എന്നൊക്കെ അർത്ഥം. എന്നാൽ തഅതീഹിം അവർക്ക് വന്നെത്തും. ബഗ്തതൻ, ബഗ്തതൻ എന്ന് പറഞ്ഞാൽ അവിചാരിതമായി, പെട്ടെന്ന്, ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി അവർക്ക് വന്നെത്തും. ഫതബ്ഹതുഹും അത് അപ്രതീക്ഷിതമായി വരുന്നത് കൊണ്ട് തന്നെ, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിചാരിതമായി വരുന്നത് കൊണ്ട് തന്നെ ഫതബ്ഹതുഹും അത് അവരെ ഭയപ്പെടുത്തും. ഫതബ്ഹതുഹും അത് അവരെ അമ്പരപ്പിക്കും, ഭയപ്പെടുത്തും. അപ്പോഴോ അങ്ങനെ വരുമ്പോൾ അവർക്ക് സാധിക്കില്ല, കഴിയുകയില്ല, തടുത്തു നിർത്താൻ, അതിനെ തടുത്തു നിർത്താൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് സമയം നീട്ടി നൽകപ്പെടുന്നതുമല്ല. ഇൻതിദാർ എന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്യാനാണ്. നമ്മൾ സ്വാലത്തുൽ ഇൻതിദാർ, വെയിറ്റിംഗ് റൂം എന്നൊക്കെ നമുക്ക് എയർപോർട്ടുകളൊക്കെ കാണുമ്പോൾ ഇൻതിദാർ. ഇവിടെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കൂല, അവർക്ക് ഇട നൽകപ്പെടുകയില്ല. സമയം അവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഇട കൊടുക്കില്ല, കുതറി മാറാനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ അവർക്ക് പെട്ടെന്ന് അവിചാരിതമായി വന്നെത്തുന്ന ആ ശിക്ഷയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പിന്നീട് 41-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, ഇവര് നടത്തുന്ന കാര്യം, ഇവര് പറയുന്നത് ഒക്കെ വെറുതെ ആണെന്നല്ലേ ഇന്നും പിന്നെ ആധുനിക സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പരിഹസിക്കുകയാണ് അല്ലേ? ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ പിന്നെ വന്ന ഒരു റീൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടത്, പിന്നെ അത് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ പാടില്ല എന്നുള്ളത്, കാരണം അതിന്റെ ഗൗരവം കുറയ്ക്കുന്നുള്ളത്. നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്തിന്റെ ഒരു പിന്നെ ഒരു ഇല്യൂസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു വീഡിയോ. അതിന് താഴെ അത് നിഷേധിക്കുന്ന ആളുകളുടെ പിന്നെ അത് കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുന്നത് ആ വീഡിയോ. പക്ഷേ അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ വളരെ മോശമായി, ഒരു നിലക്കും ഒരു വിശ്വാസിക്കും പറയാൻ കഴിയാത്തതാണ് മുസ്ലിം നാമധാരികൾ പറഞ്ഞു വെച്ചത്. വളരെ ഖേദകരമായി, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു വിശ്വാസി പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പിന്നെ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണി പറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കഴിയുക എന്ന് തോന്നാവുന്ന നിലക്കുള്ള വർത്തമാനം. ഒരുപക്ഷെ അറിവില്ലായ്മ മൂലമായിരിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു ആധുനിക മനുഷ്യൻ, അവര് കണ്ണിൽ കാണാത്ത, അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവേദ്യമല്ലാത്ത എല്ലാത്തിനും നിഷേധിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ. ദൈവം അങ്ങനെ തന്നെ, ദൈവത്തെയും അവന് പഞ്ചേന്ദ്രിയം കൊണ്ട്, കണ്ണും കാതും ചെവിയും അവന്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് അവൻ തൊട്ടും മണത്തും അറിഞ്ഞില്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല എന്നുള്ളിടത്ത് ആണ് മനുഷ്യനുള്ളത്. അപ്പൊ അനുഭവിച്ച് മാത്രം സത്യപ്പെടുത്തുക എന്നുള്ളിടത്തേക്കാണ് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. വഹി എന്ന് പറഞ്ഞാൽ അത് ഗൈബിയായ പരലോക വിശ്വാസമാണ്, അത് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്, ഉറച്ച വിശ്വാസമാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇനിയുള്ള ഒരു സമൂഹമൊക്കെ കടന്നു വരുന്നത്. ഇനിയുള്ള തലമുറകൾ പരലോക വിശ്വാസങ്ങളെയും അതുപോലെ ഹദീസിൽ പരാമർശിക്കപ്പെട്ട അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന വലിയൊരു സമൂഹം ഉയർന്നു വരികയാണ്. യുക്തിവാദി, മുസ്ലിം യുക്തിവാദികൾ, ഇസ്ലാമിനകത്ത് തന്നെ കടന്നുകൂടിയ യുക്തിവാദം, ഇസ്ലാമിക യുക്തിവാദം എന്നുള്ള നിലക്കൊക്കെ കടന്നു വരുന്നു എന്നുള്ളത്. അത് ഓരോ ആളുകൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പോ
പ്രമാണങ്ങളെ യുക്തിയുടെ മാനദണ്ഡം വെച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അത് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ രൂപത്തിലുള്ള പ്രമാണ നിഷേധങ്ങൾ അത് ബഹിർഗമിച്ച് വലിയ നിലയ്ക്ക് എല്ലാത്തിനെയും നിഷേധിക്കുന്നവരായിക്കൊണ്ട് മാറുന്നുണ്ട്. തുടക്ക കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു കാര്യത്തിന്റെ വിഷയത്തിലായിരിക്കും. പക്ഷെ മാനദണ്ഡം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണത്തെ സ്വീകരിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ആ ബുദ്ധി വെച്ചിട്ട് എല്ലാത്തിനെയും അയാൾ ചിന്തിക്കും. ആ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ കാര്യത്തെയും അയാളെ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഹദീസുകളെയും ഖുർആനാശയങ്ങളും ഒക്കെ അയാൾ ചിന്തിക്കുന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഒരാൾ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്കും 10 തരത്തിലുള്ള നിഷേധം. കാരണം ഒരാളുടെ ബുദ്ധി അല്ലല്ലോ വേറൊരാൾക്കുള്ളത്, അല്ലേ? 10 ആൾക്കും 10 ബുദ്ധിയാണ്. അപ്പോൾ ഓരോരുത്തരെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് പ്രമാണത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ദീനിൽ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാം ദീനിൽ വിശ്വസിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു പിടി ആയത്തുകൾ നിഷേധിക്കേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങൾ നിഷേധിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അമ്മാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ എഴുതാനുള്ള കാരണം തന്നെ എന്താ? ഒരു കാലഘട്ടത്തിൽ ഭംഗിയായിക്കൊണ്ട് ഇസ്ലാമിക ആയത്തുകളെ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്നത് ഒരു ആഴം കുറഞ്ഞ ഭാഗത്തു കൂടി വേലിയിറക്കത്തിന്റെ സമയത്ത് ചെടിയിലൂടെ നടന്ന് ഒരാളുടെ സഹായത്തോടെ വടി കുത്തിപ്പിടിച്ച് എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് മനസ്സിലായോ? അങ്ങനെ ഒരു സമുദ്രം പിളർന്ന് രണ്ടായി ആ വഴിയിലൂടെ പോയി എന്ന് വിശ്വസിക്കാൻ ബുദ്ധി താല്പര്യപ്പെടാത്തതുകൊണ്ട്, ബുദ്ധി പാകപ്പെടാത്തതുകൊണ്ട് പിന്നെ അതിനെ ഒപ്പിക്കാൻ, വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു മുഅ്ജിസത്ത് വിശ്വസിക്കാൻ കഴിയും? ഒരു മുഅ്ജിസത്ത് വിശ്വസിക്കാൻ കഴിയും? 7 ആകാശങ്ങൾക്ക് വാനങ്ങൾക്ക് ഉപരി എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്ന് വഹീ പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയും? അത് ആ മനുഷ്യന്റെ ബുദ്ധിക്ക് അനുയോജ്യമാണ്? അങ്ങനെയാണെങ്കിൽ കഴിയില്ലല്ലോ. എന്താ വിശ്വസിക്കാൻ കഴിയുക? ബുദ്ധിയാണ് മാനദണ്ഡമെങ്കിൽ എന്താ വിശ്വസിക്കാൻ കഴിയുക? എവിടെ ചെന്നത് നിർത്താൻ കഴിയും? ഓരോരുത്തരുടെയും ബുദ്ധി വ്യത്യസ്തമല്ലേ? ആരുടെ ബുദ്ധിയാണ് അടിസ്ഥാനമായി സ്വീകരിക്കുക? ബുദ്ധിയാണ് മാനദണ്ഡമെങ്കിൽ, ക്രൈറ്റീരിയ എങ്കിൽ ആരുടെ ബുദ്ധിയെ മാനദണ്ഡമായി സ്വീകരിക്കും? വേറൊരാൾ പറയും എനിക്കത് ബുദ്ധിയിൽ കൊള്ളുന്നില്ല, വേറൊരാൾക്ക് പറയും എനിക്കത് ഓക്കെയാണ്. അപ്പൊ അടുത്തൊരാൾ പറയും ഈ 2 ആൾ പറഞ്ഞു എനിക്ക് യോജിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ബുദ്ധിയെ പോലും ഇസ്ലാമിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിലുണ്ട്. യുക്തി നമുക്ക് ബോധ്യമാകാത്ത വിഷയങ്ങൾ ഇസ്ലാമിൽ ധാരാളമുണ്ട്. യുക്തി ബോധ്യപ്പെടാത്ത ഒരുപാട്, യുക്തി വളരെ പ്രകടമായത്, അതിന്റെ യുക്തിസഹജമായ ഒരുപാട് വശങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ. എന്നാൽ യുക്തി എന്താണെന്ന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, യുക്തി എന്താണെന്ന് നമുക്ക് അറിയാത്ത, യുക്തി ഇല്ലാത്തതെന്നല്ല, യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് എന്നല്ല. യുക്തി എന്താണ് അതിൻ്റെത് എന്ന് അള്ളാഹുവിന് അറിയാവുന്ന, നമുക്ക് മനസ്സിലാക്കാത്ത, മനുഷ്യന് ബോധ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ, ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ മനുഷ്യന് അവന്റെ യുക്തി കൂടി അള്ളാഹുവിന് സമർപ്പിക്കുക. അതിന്റെ യുക്തി അറിഞ്ഞില്ലെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ച മനുഷ്യൻ അള്ളാഹുവിലേക്ക് അവന്റെ യുക്തി ബോധത്തെയും സമർപ്പിക്കുന്നു എന്നുള്ളത്. എല്ലാം കൊടുക്കുന്ന അള്ളാഹുക്ക് വേണ്ടിയല്ലേ? ശരീരവും മനസ്സും സമ്പത്തും ഒക്കെ കൊടുക്കുന്ന പോലെ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചൊരു മുസ്ലിം എന്നുള്ളത് പോലെ അവന്റെ യുക്തിബോധത്തെയും അള്ളാഹുക്ക് സമർപ്പിച്ചുകൊണ്ട് അത് വിശ്വസിക്കുന്നു എന്നുള്ളത്. ഗൈബിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്, സംശയത്തോടു കൂടി വിശ്വസിക്കുന്നു എന്നല്ല. വിശ്വാസികളെ പറഞ്ഞപ്പോൾ ഗൈബിൽ ഉറച്ചു വിശ്വസിക്കുന്നു, സംശയത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ 41-ാമത്തെ ആയത്തിൽ പറയുന്നത് പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്ത് പറഞ്ഞതിന്റെ പേരിൽ? ഈ വിശ്വാസങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മുമ്പും പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടു. അതിന്റെ ആയത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാം. വലഖദ്, തീർച്ചയായും. ഇവിടെ തീർച്ചയായും എന്നേ നമുക്ക് ഭാഷാന്തരം പറയാൻ കഴിയുള്ളൂ. ശരിക്ക് തീർച്ചയായും എന്നുള്ളതിൽ പരിമിതപ്പെടുത്തിയല്ല അതിന്റെ അർത്ഥം. നമുക്ക് തീർച്ചയായും എന്ന് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി പറ്റും. അങ്ങനെ ഒരു ഭാഷാ പ്രയോഗം മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട്. കാരണം ഇവിടെ ലാമ്, ലാ, ഖദ്, ഒന്ന് ലാമാണ്, ഒന്ന് ഖദാണ്. ഇത് 2 വാക്കുകളും, ലാമ് എന്ന് പറയുന്ന ആ വാക്കും അക്ഷരവും ഖദ് എന്ന് പറയുന്ന രണ്ട് വാക്കും തീർച്ചയായും ഒരു നിസ്സംശയം പറയാൻ, തീർച്ചപ്പെടുത്തി പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതിന് 2നെയും പ്രയോഗവൽക്കരിച്ചാലും ഖദ് മാത്രം വെച്ചാലും അതിന് അർത്ഥം കൊടുക്കാൻ എന്തേ കഴിയുള്ളൂ? പരിമിതിയാണ്, മലയാള ഭാഷയുടെ പരിമിതിയാണ്. അറബിയെ തട്ടിച്ചു നോക്കുമ്പോൾ, അറബിയുമായിട്ട് താതാത്മ്യപ്പെടുത്തുമ്പോൾ മലയാള ഭാഷയ്ക്ക് അത്രയും കടന്നു ചെന്ന് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എത്ര മലയാളത്തിൽ മലയാളീകരിക്കപ്പെട്ടാലും അറബിയുടെ അസൽ ആശയത്തിലേക്ക് എത്തിക്കാൻ പരിഭാഷയ്ക്ക് പരിമിതി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
വലഖദ് തീർച്ചയായും ഇസ്തുഹ്സിഅ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തഹ്സഅ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യണം, പരിഹസിച്ചു. ഇവിടെ ഇസ്തുഹ്സിഅ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം പരിഹസിച്ചത് ആരാന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്. ഇവിടെ പ്രാധാന്യമുള്ളത് പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയമാണ്. അപ്പൊ പരിഹസിച്ചവർ പരാമർശിച്ചില്ല, അതുകൊണ്ടാണ് പരിഹസിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ആൾക്കാരെ എന്നുള്ളത് പ്രസക്തമല്ല, കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ബിറുസുലിൻ പ്രവാചകന്മാർ, റസൂലുമാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ഖബ്ലിക് താങ്കൾക്ക് മുമ്പ്. റസൂല് മാത്രമല്ല പരിഹസിക്കപ്പെട്ടിട്ടുള്ളത്, പ്രവാചകൻ മുമ്പ് വന്ന പ്രവാചകന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രവാചകന്മാരും പല റസൂലുമാരും പരിഹസിക്കപ്പെട്ടു. മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ്. ഫഹാഖ അങ്ങനെ വന്നെത്തി, അങ്ങനെ പരിഹസിക്കപ്പെട്ടപ്പോൾ ഫഹാഖ അപ്പോൾ വന്നെത്തി. ബില്ലദീന സഖിറു പരിഹാസികളായ സമൂഹത്തിന് വന്നെത്തി. മിൻഹും അവരെ, അവർക്ക് വന്നെത്തി എന്നാണ് അതിന്റെ അർത്ഥം. മിൻഹും എന്ന് പറഞ്ഞാൽ അവരെ എന്നാണ് വാക്കർത്ഥം, പക്ഷെ അവർക്ക് വന്നെത്തി. മാ ഒന്നാണ് വന്നെത്തിയത്. ആ കാര്യം എന്താ? കാനു അവരായിരുന്നു, ബിഹി ആ കാര്യത്തെ തൊട്ട്. ബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ് വാക്കർത്ഥം. ആശയാർത്ഥം ഏതൊരു കാര്യത്തെ അവർ പരിഹസിച്ചിരുന്നു ആ കാര്യം അവർക്ക് വന്നെത്തി. യസ്തഹ്സിഊൻ അവർ പരിഹസിച്ചിരുന്നു. അപ്പൊ അവർ പരിഹസിച്ചിരുന്നതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യം അവർക്ക് വന്നെത്തി. ഫഹാഖ അങ്ങനെ വന്നെത്തി. ബില്ലദീന സഖിറു പരിഹസിച്ചവർക്ക്. ബില്ലദീന സഖിറു പറഞ്ഞാൽ പരിഹസിച്ചവരായവർ. മിൻഹും അവരെ. മാ ഒന്ന്. കാനു അവർ ആയിരുന്നു. ബിഹി ആ കാര്യത്തെ പരിഹസിക്കുന്നവരായിരുന്നു. അപ്പൊ ഏതൊരു കാര്യത്തെ അവർ പരിഹസിക്കുന്നു ആ കാര്യം അവർക്ക് വന്നെത്തി. പരലോകത്തെയാണ് നിഷേധിച്ചത്, മരണാനന്തര ജീവിതത്തെയാണ് അവർ നിഷേധിച്ചത്. മരണത്തോടു കൂടി അവർ ആ ലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അവർക്ക് നിശ്ചയിക്കപ്പെട്ട ശിക്ഷകളെയാണ് പരിഹസിച്ചത്. ആ ശിക്ഷകൾ അവർക്ക് യാഥാർത്ഥ്യമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിന്റെ ആശയത്തിലേക്ക് കിടക്കുന്നു. ഇവിടെ ആദ്യത്തെ ആയത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. വയഖൂലൂൻ അവർ പറയുന്നു. മതാ എപ്പോഴാണ്, മതാ എപ്പോഴാണ്, ഹാദൽ വഅദു ഈ വാഗ്ദാനം. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. ഹാദൽ വഅദു ഈ വാഗ്ദാനം. ഇപ്പൊ പറഞ്ഞില്ലേ ഈ വാഗ്ദാനം എപ്പോഴാണ്? ഇൻ കുൻതും സ്വാദിഖീൻ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞോളാം. എന്നാണ് ഇപ്പൊ ഈ പറയുന്നത്? ഈ പരലോക അന്ത്യനാളും മരണാനന്തരം ശിക്ഷയും രക്ഷയും ഒക്കെ ഇത് എന്നായി നടക്കുക? കുറെ കാലമായാലും നിങ്ങൾ പറയുന്നത്. ഇത് എന്നാ ഉണ്ടാവുക എന്നാണ് ആ ചോദിക്കുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന 2 ആയത്തുകൾ കാണാം. അതിൽ ഒരു വചനം സൂറത്ത് സുമറിലെ 16-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ആയത്ത്, സുമറിലെ 16-ാം ആയത്ത്, 39-ാമത്തെ സൂറത്തിലെ 16-ാമത്തെ ആയത്ത് നൽകുന്നത് കാണാം. ആയത്തിൽ പറയാണ് ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ദുലൽ ذلك يخوف الله به عباده يا عبادي فاتقون. ലഹും അവർക്കുണ്ട്, മിൻ ഫൗഖിഹിം അവരുടെ മുകൾ ഭാഗത്തു നിന്നുണ്ട്, ദുലലും മിനൻ നാർ അഗ്നി കൊണ്ടുള്ള തട്ടുകൾ, തീയിന്റെ തട്ടുകൾ അവരുടെ മുകൾ ഭാഗത്തുണ്ടായിരിക്കും. വമിൻ തഹ്തിഹിം ദുലൽ അവരുടെ താഴ്ഭാഗത്തു നിന്നും തീയിന്റെ തട്ടുകൾ അവർക്കുണ്ട്. ذلك يخوف الله به عباده. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ നരകത്തെ വെച്ചുകൊണ്ടാണ് അല്ലാഹു അവന്റെ അടിമകളെ പേടിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു, അവരുടെ മുകൾ ഭാഗത്ത് തീയിന്റെ തട്ടുകളുണ്ട്, അവർക്ക് കീഴ്ഭാഗത്തും തീയിന്റെ തട്ടുകളുണ്ട്. പിന്നെ പറയാണ് ഈ നരകത്തെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ذلك يخوف الله به عباده. ഈ നരകത്തെ
അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചുകൊണ്ടാണ് അടിമകളെ അള്ളാഹ് പേടിപ്പിക്കുന്നത്, അള്ളാഹ് ഭയപ്പെടുത്തുന്നത്. ഇങ്ങനത്തെ നരകം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയണം, യാ ഇബാദി ഫത്തഖൂൻ. അതുകൊണ്ട് അടിമകളെ എന്നെ സൂക്ഷിക്കണം, അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ശിക്ഷാ നടപടി പുലർത്തുന്ന ഒരു ദിവസത്തേക്ക് ആരും ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ, തെറ്റുകൾ ബാക്കി വെക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ഭാഷ്യം. വളരെ ഭീകരമായ ഒരു സ്വരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പരാമർശിച്ചുകൊണ്ട് അടിമകൾ ഉണർത്തുന്നത്. അത്ര കരുതലോടുകൂടി നിങ്ങൾ നിൽക്കണമെന്നാണ് ആ ആയത്ത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രണ്ടാമത് കൊടുക്കുന്ന ഒരായത്ത് നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയാവുന്നത്, നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയണം. നമ്മൾ ദുനിയാവിൽ കിടന്നുറങ്ങുമ്പോൾ വിരിക്കാറുണ്ട് അല്ലേ, വിരിച്ചിട്ട് പുതച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാറുള്ളത്. താഴത്തും മുകളിലും വിരിച്ച് പുതച്ചാണ് ഉറങ്ങാറുള്ളത്. ഈ വിരിപ്പിനെയും പുതപ്പിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമയായി പറഞ്ഞ് നരകലോകത്തെ കുറിച്ച്, തിജോലകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്ന് സൂറത്ത് അഅറാഫിൽ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറയുന്നത്. ഇത് കാണാം, ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ് വകദാലിക നജ്സിൽ ളാലിമീൻ. ലഹും അവർക്കുണ്ട്, അവിശ്വസിച്ചവർക്കുണ്ട്. ഒക്കെ വിശ്വസിക്കാതിരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ലഹും അവർക്കുണ്ട്. മിൻ ജഹന്നം, ജഹന്നമിൽ നരകത്തിൽ നിന്ന്, ജഹന്നം എന്ന് പറഞ്ഞ നരകത്തിന്റെ അനേകം പേരുകളിൽ ഒരു പേരാണ്. നരകത്തിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ ഹുത്തമ എന്ന നരകത്തിന്റെ ഒരു പേരാണ് അല്ലെ. അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തിനെയും പൊടിച്ചു കളയുന്നതുകൊണ്ടാണ് ഹുത്തമ എന്ന് നരകത്തിന് പേര് വരാൻ കാരണം. ഹുത്തമ എന്ന് ഏത് സൂറത്തിലാണ് ഹുത്തമ എന്ന് വന്നത് എന്നറിയാൻ പറ്റും? ചെറിയൊരു സൂറത്തിലാണ്, ഹുമസ എന്ന് പറയുന്ന അല്ലേ, ഹുമസ. അപ്പോ ഹുമസയിൽ തന്നല്ലേ ഉത്തമ എന്ന് പേര്. ശരി, ഏതായാലും പിന്നെ ഏത് ചെറിയ സൂറത്തിലാണ് നമുക്ക് ഓർമ്മ കിട്ടുന്ന ഒരു സൂറത്ത്. അപ്പൊ ഉത്തമ എന്ന പ്രയോഗത്തിന്റെ ആശയാർത്ഥം എങ്ങനെയാണ്? അതിലേക്ക് വലിച്ചെറിയുന്ന എല്ലാത്തിനെയും പൊടിച്ചു കളയാനുള്ള ശേഷി, ഉഗ്ര ശേഷിയുള്ളത് കൊണ്ടാണ് പിന്നെ നരകത്തിന് ഉത്തമ എന്ന പേര് വന്നത്. അപ്പോ ഇതുപോലെ ഒരുപാട് പേരുകൾ, സക്കർ എന്ന പേര് പറയാനുള്ള കാരണം സക്കർ എന്ന നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണെന്ന് അവരോട് ചോദിക്കുന്ന അതിന്റെ ആശയം എന്താ പറയുക? സക്കർ എന്ന് പേര് വരാനുള്ള കാരണം രക്തവും മാംസവും ഒന്നും ബാക്കി വെക്കാതെ കരിച്ചു കളയുന്നത്. രക്തവും മാംസവും ഒന്നും ബാക്കി വെക്കാതെ മുഴുവനായി കരിച്ചു കളയുന്ന കാരണം കൊണ്ടാണ്, നരകത്തിന്റെ തീജ്വാലകൾക്ക് അങ്ങനെ ശേഷിക്കുന്നത് കൊണ്ടാണ് സക്കർ എന്ന് പേര് വരാനുള്ള കാരണം. ഓരോ പേരുകൾക്കും നരകത്തിന്റെ ഓരോ പ്രത്യേകതകളാണ് അതിന്റെ ആശയത്തിനുള്ള അർത്ഥം. അപ്പൊ ഇവിടെ ജഹന്നം അതുപോലെ. അപ്പൊ അള്ളാഹു പറയാണ്, ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാശ്. ആ ജഹന്നമിൽ അവർക്ക് അവരുടെ അടിയിൽ വിരിപ്പുകളായി തീജ്വാലകൾ അവർക്ക് വിരിപ്പായിട്ടുണ്ടാവും. വമിൻ ഫൗഖിഹിം ഗവാശ്, അവരുടെ മീതെ കൂടി, അവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് കൂടി പുതപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീജ്വാലകളെ കൊടുക്കുന്നു. വകദാലിക നജ്സിൽ ളാലിമീൻ, അക്രമികൾക്ക്, തെറ്റ് ചെയ്ത പാപികൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ രണ്ടായത്തുകൾ പോലെ അവളെ നിഷേധിച്ചു തള്ളിയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഈ രണ്ട് ആയത്തുകൾ, ഭീകരമായ രണ്ട് വചനങ്ങളാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീർ വിശദീകരണത്തിൽ നമുക്ക് കൊടുക്കുന്നത് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ തഫ്സീർ. പിന്നെ അപ്പൊ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരുപാട് ആളുകൾ വന്ന് നിശ്ചയം ചോദിക്കും. യഹൂദികൾക്ക് അവരുടെ പിന്നെ ഇഞ്ചിയിൽ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ഇഞ്ചിൽ, അതുപോലെ തൗറാത്ത്. അപ്പൊ അതിലൊക്കെ അവർക്ക് മനസ്സിലായ ആശയങ്ങൾ അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം തന്നെയാണോ, നബി എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. എന്നാൽ അവർ വിശ്വസിക്കും? വിശ്വസിക്കില്ല. അവർ വിശ്വസിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വേദം വെച്ച് നാലാം വേദക്കാരനായ പ്രവാചകന് ഇതിന് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ? പിന്നെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ 300 വർഷം ഉറങ്ങിക്കിടന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയം ചോദിച്ചതായാലും, ശുറാത്ത് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ശുറാത്തിന്റെ കാര്യങ്ങളായാലും ഒക്കെ അവർ ചോദിച്ചതാണ്. ഒരുപാട് തവണകളായി വന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ചോദിക്കും.
ഇതിനു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ 2 സ്ത്രീകൾ വന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു അഅറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ അറബി നബിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ചോദിക്കുന്നത് കാണാം. അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലിമാ യൽഹഖു ബിഹിം. ഒരു മനുഷ്യൻ, അയാൾ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നു, ഒരു വിഭാഗം ആളുകളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അയാൾ ആ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിന്റെ കൂടെ ചെന്ന് ചേരുമോ എന്ന് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ദുനിയാവിൽ ഒരു മനുഷ്യൻ ആരെയാണോ ഏത് വിഭാഗത്തെ, അത് സത്യവിശ്വാസികളും വിശ്വാസികളല്ലാത്തവർ എന്നുള്ള നിലയ്ക്ക്, കപടന്മാർ, ആരെ ഏത് വിഭാഗത്തെയാണ് ഒരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വിഭാഗത്തിന്റെ കൂടെ ആയിരിക്കും പരലോകത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അറബിയായ മനുഷ്യൻ ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? സ്വാഭാവികമായും സ്വഹാബിമാർ പറയുന്നുണ്ട്, സ്വഹാബിമാർക്ക് ചോദിക്കാൻ വളരെ ഭയമുണ്ടായിരുന്ന പല വിഷയങ്ങളും എളുപ്പത്തിൽ യാതൊരു കുസലുമില്ലാതെ ഗ്രാമീണരായ അറബികൾ വന്ന് ചോദിക്കും. കാരണം അവർക്ക് അന്തം കുന്തമില്ലാതെ ചോദിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് വളരെ കരുതലോട് കൂടി മാത്രമേ ഒരു കാര്യങ്ങൾ പോലും നബിയോട് ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗ്രാമീണനായ ഒരു അറബി വന്നാൽ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു. കാരണം അയാൾ കൂസലില്ലാതെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് വലിയ അറിവുകൾ കിട്ടാൻ അയാളുടെ ചില ചോദ്യങ്ങൾ കാരണമാകും. അതുകൊണ്ട് ഗ്രാമീണനായ വല്ല പദവിയും വന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പിന്നെ സ്വഹാബിമാർ പറയാം. അപ്പോൾ മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അഅ്തദത ലഹ, എന്നാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ്, നീ എന്തെങ്കിലും തയ്യാറാക്കി വെച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അയാളോട് ചോദിച്ചു, എന്നാണ് പറഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടത്? നാളെയാണ് അല്ലെങ്കിൽ മറ്റന്നാളാണ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞാൽ, നീ അറിഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണോ, പോകാൻ റെഡിയാണോ, നിനക്ക് കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അഅ്തദത ലഹ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചത്? അപ്പോൾ അതിനൊരു മറുചോദ്യവും വിഷയത്തിന് മറുപടി പറഞ്ഞു ഇല്ല. ഇതൊരു പരാമയുടെ ഒരു ഇതായിട്ട് ചോദിക്കാത്ത ചോദ്യത്തിനായിരിക്കും മറുപടി പറയാം. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതെ മറ്റൊരു ചോദ്യം ആളോട് ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ആശയം? നിനക്ക് അത് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ചോദിക്കാമായിരുന്നില്ലേ എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിനൊക്കെ പരാമയിൽ ഓരോ പേരുകളുണ്ട്. മറുചോദ്യം ചോദിക്കാമെന്ന് നമ്മൾ നാട്ടിൽ പറയാം. പക്ഷേ അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാതെ വേറൊരു കാര്യത്തിലേക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്ന വ്യക്തി എന്ത് മനസ്സിലാക്കണം? ആ ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് എന്തൊക്കെയാണ് പരലോകത്തേക്ക് വേണ്ടി തയ്യാറാക്കേണ്ടത്, അന്ത്യനാളിന് മുമ്പായി ഞാൻ എന്തൊക്കെയാണ് കരുതേണ്ടത് എന്ന് ചോദിക്കലായിരുന്നില്ലേ ഏറ്റവും നല്ലത്, അതായിരുന്നു നിനക്ക് ഏറ്റവും നല്ലത് എന്ന് ബോധ്യപ്പെടുത്താൻ അങ്ങനെ തിരിച്ചു മറുപടി പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നതാണ്. നബിയുടെ ഹദീസുകളും അതുപോലെ പിന്നെ ഖുർആൻ ആയത്തുകളൊക്കെയാണ് അതിൽ തെളിവായി സ്വീകരിക്കാറ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞ മറുപടി എന്താ? മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ, എൻ്റെ അടുക്കൽ ഒരുപാട് നമസ്കാരം ഒന്നുമില്ല നബിയെ. വലാ സൗമിൻ, നോമ്പും അങ്ങനെ ഒരുപാട് എണ്ണം പിടിച്ച് പറയാനില്ല. വലാകിന്നി, പക്ഷേ ഉഹിബ്ബു അല്ലാഹ വ റസൂലഹ, ഞാൻ അല്ലാഹുവിനെ റസൂലിനെ നന്നായി സ്നേഹിക്കുന്നു, അള്ളാഹിനെ റസൂലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ പരലോകത്തായിരിക്കും. നീ ആരെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഇഷ്ടം സത്യമാണെങ്കിൽ സഫലമാണെങ്കിൽ അവരുടെ കൂടെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അവിടെ ഞാൻ പറയാൻ കാരണം, അന്ത്യനാളിനെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടും അന്ത്യനാളിന്റെ സംഭവ്യത എന്നാണെന്ന് അറിയാൻ ആശിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് സ്വഹാബിമാരും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളും ചോദ്യശരങ്ങൾ എറിയാറുണ്ട്. ഇനി പിന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അന്ത്യനാളിന്റെ സംഭവ്യത പറയുമ്പോഴുള്ള പിന്നെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലിരിക്കവേ നബിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല, നബിയുടെ മുഖം കുളിർത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടഭരിതമായിരിക്കാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ ഇങ്ങനെ ഒരു മുഖപ്രസന്നതയില്ലാതെ സന്തോഷമില്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻഅം, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഞാൻ മുഖപ്രസന്നനാവുക. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർൻ, എനിക്ക് വന്ന വഹിയാണ്. സൂറിലൂതാനുള്ള മലക്ക് ചുണ്ടിനോട് കാഹളത്തെ ചേർത്ത് വെച്ചു കഴിഞ്ഞു. ഈ വഹീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്തിയിരിക്കുകയാണ്. അത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ഒരു മാനസികാവസ്ഥയാണ്. അതും മാത്രമല്ല, അതിന്റെ ഒരു പടി മുകളിലാണ് നെറ്റി ചുളിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? മലക്കൾ ചുണ്ടുണ്ട്, ഇത് ഊതുന്നത്, സൂറിൽ ഊതുന്നത്, കാഹളത്തിൽ ഊതുന്നത് ആരാ? മലക്കാണ്. അപ്പൊ മലക്കിനെ കുറിച്ച് പരാമർശിക്കുന്ന ഈ ഹദീസ്, അങ്ങനെയാണ് ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ എന്തെടുക്കുന്നത്, ഫഹം എടുക്കുന്നത്. അപ്പൊ എന്നിട്ട് പ്രസ്താവന വരിക, മലക്കുകളെ കുറിച്ചിട്ടുള്ള എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എന്തേ വരുള്ളൂ, മലക്കുകൾക്ക് ചുണ്ടുകളുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ അത് മാത്രമായി കേൾക്കുന്നത് ശരി, എന്തായി പറഞ്ഞത്, മലക്കുകൾക്ക് ചുണ്ടുണ്ട്, അപ്പൊ മനുഷ്യനെ പോലെയാണ്. അപ്പൊ ഈ ഹദീസുകൾ, ഇങ്ങനെ വരുന്ന ഹദീസുകളുടെ വാക്കുകളിൽ നിന്നും ആശയങ്ങളുടെ പുറകിൽ നിന്നുമായിരിക്കും ആ പറയപ്പെട്ട പരാമർശം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഹദീസുകളൊന്നും മനസ്സിലേക്ക് അപ്പോൾ കൊണ്ടുവരാതെ ഒരാൾ അത് മാത്രമായി കേൾക്കുമ്പോൾ സംശയം വരും, എന്താണ് ഈ പറയുന്നത്, മലക്കുകൾക്ക് ചുണ്ടുണ്ടെന്നോ, മലക്കുകൾക്ക് നെറ്റിയുണ്ടെന്നോ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ട് അസ്വാഭാവികത അത് മാത്രം കേൾക്കുമ്പോൾ തോന്നാം. ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിൽ നിന്ന് ആശയത്തിൽ പറയുമ്പോൾ അത് ക്ലിയർ ആവുകയില്ല. അപ്പൊ ഈ ഹദീസിൽ എന്ത് തെളിവുണ്ട്? മലക്കുകൾക്ക് നെറ്റിയുണ്ട്, നെറ്റിത്തടമുണ്ട്, അത് ചുടിയും. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, മലക്കുകൾക്ക് കണ്ണുകൾ, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തെളിവ് വേണമല്ലോ, ഇസ്ലാമിൽ എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് രേഖ വേണമല്ലോ, വെറുതെ പറയാൻ കഴിയില്ല. അതുപോലെ ഒരാൾക്ക് ചിന്തിച്ചുണ്ടായി ആലോചിച്ചുണ്ടാക്കിയിട്ട് പറയാൻ സാധ്യമല്ല, പറയാൻ പാടില്ല. ചുണ്ടുകളുണ്ട്, ആ ചുണ്ടുകളിലേക്ക് കാഹളത്തെ സൂറിനെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് റസൂൽ പറയാം. നെറ്റിയിൽ ചുളിവുകൾ വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിന് തയ്യാറെടുക്കുമ്പോൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ തൽഫലമായി ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ഒരു ലക്ഷണത്തെ റസൂൽ പറയാം. അദ്ദേഹത്തിന്റെ കാതുകൾ കൂർപ്പിച്ചിരിക്കുന്നു, കാതുകളെ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാഹ് എപ്പോഴാണ് അനുവാദം കൊടുക്കുന്നത്, അനുവാദം വന്നു വീഴേണ്ട താമസം ഈ സൂറിൽ കാഹളത്തിൽ ഊതപ്പെടും. അതോടുകൂടി ഈ ലോകം നശിക്കും. ഈ ലോകത്തിന്റെ അല്ലാഹു വെച്ച അവസാനമായി, അതോടുകൂടി ഈ ലോകത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശ്വസിക്കുന്ന അന്ത്യനാൾ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാമിലെ അന്ത്യനാൾ, ഖിയാമത്ത് യൗമുൽ ഖിയാമ സംഭവ്യമാകുന്നു. അങ്ങനെ സംഭവ്യമാകുന്നു. അപ്പോ സ്വഹാബിമാർ പറഞ്ഞു, ഖാലൽ മുസ്ലിമൂൻ ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, റസൂലേ എങ്കിൽ ഞങ്ങൾ എന്താ പറയേണ്ടത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങൾ എന്താ പറയേണ്ടത്? അപ്പോൾ റസൂൽ പറയാണ്, ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, അല്ലാഹ് മതി ഞങ്ങൾക്ക്, വ നിഅമൽ വകീൽ, ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ നല്ലവനാണ് എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞോളൂ. ബേജാറാണല്ലോ, പരലോകത്തെ ആലോചിക്കുമ്പോൾ ആ ബേജാറ് വരുമ്പോൾ പറയേണ്ട വാക്ക് എന്താ? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. നമ്മുടെ കാര്യം സലാമത്താക്കാൻ, തടി സലാമത്താക്കാൻ അല്ലാഹുക്കല്ലാതെ ഒരാൾക്കും കഴിയില്ല. അവിടെ അല്ലാഹുവിൽ തവക്കുലാക്കി പടച്ചോനെ എന്ന് വിളിച്ചോളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഫിയാൻ സൗരി, ഹദീസിന്റെ ശൃംഖലകളിൽ വന്ന ഒരു അഭിവന്ദ്യനായ ഒരു പണ്ഡിതൻ, അദ്ദേഹവും ആ വാക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹവും ആ വാക്ക് തുടർത്തി പറഞ്ഞു എന്നുള്ളതാണ്. വേറെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മറ്റൊരു ഹദീസിനെ നമുക്ക് കാണാം. ഇന്ന തറഫ സാഹിബസ്സൂർ മുൻദു ഉക്കില ബിഹി. മറ്റൊരു ഹദീസിൽ മുദ് ഉക്കില ബിഹി. മുദ് എന്ന് പറഞ്ഞാൽ, മുൻദു എന്ന് പറഞ്ഞാൽ മുതൽ. നമ്മൾ പറയാം മുതൽ, ഇന്നത് മുതൽ, ഇന്ന സ്ഥലം മുതൽ, ഇന്ന സമയം മുതൽ. ആ മുതൽ എന്നുള്ള അർത്ഥമാണ് മുദ് എന്ന വാക്കിന് മുൻദു എന്ന വാക്കിനുള്ളത്. അപ്പോ ഏൽപ്പിക്കപ്പെട്ടത് മുതൽ പിന്നെ കാഹളത്തിൽ ഊതപ്പെടുന്ന മലക്ക് എങ്ങനെയാണ്? മുസ്തഇദ്ദുൻ, തയ്യാറായി ഒരുങ്ങിയിരിക്കുകയാണ്. നഹുവൽ അർശ്, എവിടെ?
അർശിനും അഭിമുഖമായിക്കൊണ്ട്, അർശിന് നേരെ തയ്യാറായിക്കൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ്. മഖാഫത്തൻ അയ്യുമറ ഖബ്ല അൻ യർതദ ഇലൈഹി തറഫുഹു. എന്തിനാണ് അങ്ങനെ ഒരുങ്ങി അവിടേക്ക് നോക്കിയിരിക്കുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ വന്ന് കാഹളത്തിൽ ഊതിയാൽ മതിയല്ലോ? ഇല്ല, പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖാഫതൻ അയ്യുമറ ബിഹി, എപ്പോഴാണ് അള്ളാഹിന്റെ കൽപ്പന ഉണ്ടാകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി, മലക്കുകൾക്ക് ഗൈബ് അറിയില്ല. കണ്ടോ, ആശയം കിട്ടുന്നത് ഹദീസുകളിൽ നിന്നും. ഇത് ഞാൻ ഉണ്ടാക്കണല്ലോ, ഇത് എനിക്ക് തോന്നുന്നതിനെ കുറിച്ച് പറയല്ല, പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് പറഞ്ഞിരുന്നു. അപ്പോ മലക്കുകൾക്ക് എന്തറിയില്ല? കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ആ മലക്കിന് എന്തറിയില്ല എപ്പോഴാണ് അന്ത്യനാൾ നടന്നുണ്ടാകുന്നത്? അപ്പൊ മലക്കിനും അത്രയും അർശിന് നേരെ കാഹളവുമായി തിരിഞ്ഞിരിക്കുന്ന മലക്കിനും എന്തറിയില്ല? ഗൈബ് അറിയില്ല, അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. അറിവിന് പരിധിയുണ്ട്, മലക്കിന്റെ അറിവിന് പരിധിയുണ്ട്. മലക്ക് അഭൗതികമല്ല എന്നതുകൊണ്ടാണ് പറഞ്ഞത്. മലക്കിന്റെ അറിവും കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള വ്യവസ്ഥ പ്രകാരം പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതാണ് ആശയത്തിന്റെ അർത്ഥം. അഭൗതികനായ അല്ലാഹു മാത്രം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അല്ലാഹു മാത്രം. മനസ്സിലായി? അപ്പോ പിന്നെ പറയണം, മഖാഫതനായി ഉമറ ബിഹി, അല്ലാഹ് കൽപ്പിക്കുന്ന പേടിച്ചിട്ടാണ്. മറ്റെവിടേക്കെങ്കിലുമാണ് ദൃഷ്ടി പതിപ്പിച്ചെങ്കിൽ അല്ലാഹ് പറയുന്ന വഴിക്ക് ആ സമയത്തേക്ക് ഞൊടിയിടയിൽ ആ ഏൽപ്പിക്കപ്പെട്ട ആ മഹാകർത്തവ്യം ചെയ്തു തീർക്കുന്നതിൽ വീഴ്ച വരുത്തിയേക്കുമോ എന്നുള്ള ഭയം നിമിത്തം അങ്ങോട്ട് മാത്രം നോക്കാൻ തോന്നാം, വേറെ ഒന്നും നോക്കുന്നില്ല. പിന്നെ പറയണം, ജ്വലിക്കുന്ന നക്ഷത്രത്തെ പോലെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ. ജ്വലിക്കുന്ന നക്ഷത്ര സമാനമാണ് കണ്ണുകൾ എന്നാണ്. അങ്ങനെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഷേഖ് അൽബാനി ഇങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്വഹീഹിൽ ചേർത്തിട്ടുള്ള വേറെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ബൈനമാ യഹൂദിയും യഅരിദു സിലഅതഹു വഅതിയ ബിഹാ ഷൈഅൻ കരീഹു. ഒരു യഹൂദിയായ മനുഷ്യൻ ഒരു വിൽപ്പന നടക്കുന്നതിനിടയിൽ അയാൾക്ക് അനിഷ്ടകരമായ ഒരു രൂപത്തിൽ ഒരു വസ്തു കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ലാ വല്ലദീ ഇസ്തഫാ മൂസ അലൽ ബശർ, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട മൂസ തന്നെയാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു. ഫഖാല ലാ വല്ലദീ ഫസമിഅഹു റജുലുൻ മിനൽ അൻസാർ. ഇത് കേട്ടപ്പോൾ അൻസാരിക്ക് സഹിച്ചില്ല. അൻസാരിയായ ഒരു സ്വഹാബി അവിടെ ഉണ്ടായിരുന്നു. ഫഖാമ ഫലതമ വജ്ഹു, അയാളുടെ മുഖത്തടിച്ചു. അയാളുടെ മുഖത്ത് ഈ വ്യക്തി അടിച്ചു. കാരണം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അയക്കപ്പെട്ട മൂസ എന്നാണ് പറഞ്ഞത്, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട മൂസ. ഇത് കേട്ടതും അങ്ങനെ അടിച്ചു. അത് ശരിയല്ല, സഹാബി ചെയ്താലും ശരിയല്ല, അബദ്ധം തന്നെയാണ്. എന്നിട്ട് ഫഖാല തഖൂലു വല്ലദീ ഇസ്തഫാ മൂസ അൽ ബശർ വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അദ്ഹുരിനാ, ഞങ്ങളുടെ മുമ്പിൽ പ്രവാചകൻ മുഹമ്മദ് ഉണ്ടായിരിക്കെ ഇങ്ങനെ പറയുകയോ എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ വാക്കിൽ ഉള്ള ഗൗരവം പിന്നീട് റസൂൽ പറയാണ്. ഫദഹബ ഇലൈഹി ഫഖാല അബാ ഖാസിം ഇന്ന ലീ ദിമ്മതൻ വഅഹദ. അയാൾ നേരെ റസൂലിന്റെ അടുക്കലേക്ക് പോയി. മദീനത്തെ നാട്ടുരാജാവാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാടിന്റെ രാജാവ് റസൂലുള്ളാഹി ഖലീഫ നബിയുടെ അടുക്കിലേക്ക് പോയി. നബിയാണ് അന്തിമ തീരുമാനം പറയുന്നത്. നബിയോട് പോയി പറഞ്ഞത്, അബുൽ ഖാസിം ഖാസിമിന്റെ ഉപ്പ എന്നാണ് അർത്ഥം. നബിയുടെ ഒരു കുട്ടിയുടെ പേരാണ്, മരിച്ചുപോയി. അബുൽ ഖാസിം ഇങ്ങനെ എന്നെ അടിച്ചിരിക്കും എന്ന് പറഞ്ഞത്. ഇന്നലീ ദിമ്മതൻ വാഹിദ, ഈ നാട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് ദിമ്മത്തുണ്ട്, ഞാൻ ദിമ്മിയാണ്. ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു ദിമ്മിയായ മനുഷ്യൻ, ഒരു അന്യമതസ്ഥനായ, മറ്റു മതത്തിൽ ബഹുമതത്തിൽ ആശയം പേറുന്ന, ആശയത്തോടു കൂടി തന്നെ അവിടെ ജീവിക്കുന്ന ആളാണ് ദിമ്മി. അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ എന്ന് പോലും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഇസ്ലാം അങ്ങനെ എല്ലാവരെയും പാലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാവുക? ദിമ്മി എന്ന് പറയുന്ന ഒരു അവസ്ഥയും നിയമവും എങ്ങനെ ഉണ്ടാവുക? ഇന്ന് പലപ്പോഴായിക്കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്ന യുക്തിവാദികൾ പറയാറുണ്ടല്ലോ, അങ്ങനെ മുസ്ലിം ഇസ്ലാമിക രാജ്യത്തൊക്കെ ഒരു ആട്ടി പറഞ്ഞേക്കാം. കുറച്ചൊക്കെ ആളുകൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ പേരിൽ പറയപ്പെടുന്നുവെങ്കിലും മറ്റു രാഷ്ട്രങ്ങളിൽ അനേകായിരം ആളുകൾ പോയി ജോലി എടുക്കുന്നു. അപ്പോൾ അവരെ ആരും ആട്ടി പറഞ്ഞേക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നു. അതല്ലാത്ത ഇവിടെയുള്ള ആളുകൾക്ക് ആലോചിച്ചു, പല ആളുകളും അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് തന്നെ ജീവിക്കുന്ന, ഇസ്ലാമിക രാജ്യം ഉള്ളപ്പോൾ തന്നെ അള്ളാഹിന്റെ നിയമം അവിടെ നടപ്പിലാകുമ്പോൾ തന്നെ
അവിടെ ജീവിക്കുന്ന അന്യമതസ്ഥനായിട്ടുള്ള ഇതര മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാള് എന്ത് ചെയ്യണം? ഏത് രാജ്യത്തിനും ടാക്സ് കൊടുക്കുന്നത് പോലെ ജിസിയ എന്നാണ് ആ പേര് പറയും. ആ നാട്ടിൽ ജീവിക്കുന്നതിന് ആ ഗവൺമെന്റിന് അയാൾ എന്ത് ചെയ്യണം? ജിസിയ കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അത് ഏത് നാട്ടിലും ചെയ്യും. ഭരണാധികാരി ഭരിക്കുന്ന ഭരണകൂടത്തിന് ടാക്സ് കൊടുക്കണം, നികുതി കൊടുക്കണം. അത് കൊടുത്തിട്ട് അവിടെ ചെയ്യും. ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ കരാറുമുള്ള എന്നെ അടിച്ചിരിക്കുന്നു, എന്നെ അടിച്ച ഈ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങക്ക് എന്താണ് പറയാറുള്ളത്? അയാളെ വിളിച്ചു വരുത്തി, ആ സുഹാബിയെ വിളിച്ചു വരുത്തി റസൂലുള്ളാഹി ചോദിക്കുകയും പിന്നെ അത് അനുബന്ധ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി അതിശക്തമായി അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കോപിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം ന്യായാന്യായത്തിന്റെ വിഷയമാണ്, നബിയുടെ സ്വന്തം കാര്യമില്ല. അതിശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചുകൊണ്ട് ആ വ്യക്തിയോട് തിരിച്ചു പറയുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇങ്ങനത്തെ ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും. അതെന്താ? ലാ തുഫദ്ദിലു ബൈന അംബിയാഇല്ല, അല്ലാഹുവിന്റെ അംബിയാക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്, നിങ്ങൾ ഏറ്റ വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഫദ്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നയാള് ഫദ്ൽ ഇന്നയാള് ഫദ്ൽ എന്ന് ഏറ്റ വ്യത്യാസം കാണിക്കരുത്. ഫഇന്നഹു യുൻഫഖു ഫിസ്സൂർ, അല്ലാഹു റസൂൽ പറയാണ്, സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു അനുബന്ധ വിഷയമാണ് അവിടെ കിട്ടുന്നത്. സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫയസ്അഖു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ്, ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും യസ്അഖു ബോധരഹിതരായിക്കൊണ്ട് മരിച്ചു വീഴുന്നതാണ്. സ്വൈഖ എന്ന് പറഞ്ഞാൽ ബോധം കെട്ടു വീഴുക എന്നുള്ളതാണ്. ഇവിടെ അർത്ഥം മരിച്ചു പോകുന്നതാണ്, മരിച്ചു വീഴുന്നതാണ്. അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒഴികെയുള്ളവരെല്ലാം. പിന്നെയോ പിന്നീട് വീണ്ടും സൂറിൽ കാഹളത്തിൽ ഊതപ്പെടുകയായി. അപ്പൊ ആദ്യത്തെ ഊത്തിന് ശേഷം പിന്നീട് നുഷൂറിന്റെ ഊത്ത്, ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഞാനായിരിക്കും. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. പിന്നെ പറയാം അപ്പോഴുണ്ടായിരിക്കും ഞാൻ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയാവുന്ന കാഴ്ച എന്തായിരിക്കും? അർശിന്റെ ഖവായിമുകളിൽ ഒന്നിൽ, അർശിന്റെ തൂണുകളിൽ ഒന്നിൽ മൂസാ നബി അലൈഹി സ്വലാം പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. ആര്? ഈ യഹൂദിയായ മനുഷ്യൻ കളിയാക്കിയ, പിന്നെ യഹൂദിയായ മനുഷ്യൻ സത്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിൽ, അയാൾ മുസ്ലിം അല്ലല്ലോ, അയാൾക്ക് പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ മുഖത്തടിച്ച ആ പ്രവാചകൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം മോശക്കാരനെന്ന് കരുതണ്ട എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അമ്പിയാക്കൾക്കിടയിൽ ഏറ്റ വ്യത്യാസം പറയാൻ പാടില്ല എന്നുള്ള നിലക്കാണ്. അപ്പോ അർഷിന്റെ അടുക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കുന്നു. ആദ്യമായി ഞാനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. എങ്കിൽ പോലും മൂസയെ എനിക്ക് അവിടെ കാണാൻ സാധിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി പറയും. ഫലാ അദ്രി അബൂസിബ ബിസഅഖതിഹി, ആ ആദ്യത്തെ ഘട്ടത്തിലുള്ള കാഹളത്തിൽ ഊത്തോടു കൂടി തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരണ ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് എന്നുള്ളതിന്റെ പിന്നിലുള്ള രഹസ്യം, അതിന്റെ ഗൈബ് അദൃശ്യം എനിക്കറിഞ്ഞു. അത് വഹി വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. റസൂൽ പറയാം, തൂർ പർവ്വതത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്തബ്ധനായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹിസാബ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല എന്നതാണ്. പിന്നെ പറയണം, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? കാഹളത്തിൽ ഊതപ്പെട്ടപ്പോൾ എനിക്ക് മുമ്പായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടോ എന്നുള്ളത് എനിക്കറിയില്ല. റസൂൽ പറയാൻ, ഞാനായിരിക്കും ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, പക്ഷേ ഇങ്ങനെ മൂസയെ എനിക്ക് കാണാൻ സാധിക്കും. അത് തൂർ പർവ്വതത്തിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്തബ്ധനായിക്കൊണ്ട് നിലത്ത് വീഴുകയുണ്ടായി. പ്രകാശകിരണങ്ങൾ, റബ്ബിന്റെ മറ തന്നെ പ്രകാശകിരണങ്ങളാണ്. ആ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതോട് കൂടി തന്നെ പർവ്വതങ്ങൾ പൊടിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായിക്കൊണ്ടുണ്ടാവുന്നില്ല. അപ്പൊ മൂസാ നബിക്ക് ബോധ്യപ്പെട്ടു, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയത്ത് ഈ ഒരു സെറ്റപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്താതെ, വ്യവസ്ഥിതികൾ മാറ്റപ്പെടുത്താതെ ഒരിക്കലും അള്ളാഹ് കാണുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് മൂസാ നബിക്ക് ബോധ്യപ്പെടാണ്. മൂസാ നബി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആ സന്ദർഭത്തിൽ മൂസാ നബി
വിചാരണ ചെയ്യപ്പെട്ടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതല്ല എനിക്ക് മുമ്പ് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല എന്നതാണ്. സൂറുമായി ബന്ധപ്പെട്ട കാഹളവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഹദീസിൽ വന്നത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു ഹദീസിൽ കാണാം മാ ബൈന നഫ്ഖതൈനി 40. റസൂൽ പറയുന്നു, രണ്ട് ഊത്തുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. സൂറിലുള്ള കാഹളത്തിലുള്ള രണ്ട് ഊത്തുകളെ കുറിച്ച് പറഞ്ഞു. അതിനിടയിൽ 40 ഉണ്ട്, 40 ഉണ്ടായിരിക്കും, 40 ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ജനങ്ങൾ, 40 ദിവസമാണ് അബൂ ഹുറൈറ? അപ്പോ അബൂ ഹുറൈറ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, 40 മാസമാണോ അബൂ ഹുറൈറ? അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. 40 വർഷമാണോ അബൂ ഹുറൈറ എന്ന് ചോദിച്ചു. അപ്പോഴും അബൂ ഹുറൈറ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി അതേ പറഞ്ഞിട്ടുള്ളൂ. ആ 40കൾക്കപ്പുറമുള്ള സമയത്തിനെ കുറിക്കുന്ന പ്രയോഗം നടത്താത്തതുകൊണ്ട് അവിടെ മുറിക്കാണ് അബൂ ഹുറൈറ. അതിനപ്പുറത്തേക്ക് ഊഹിച്ചു പറയാനൊന്നുമില്ല. അബൂ ഹുറൈറ പറയില്ല എന്നാണ്, ഞാൻ പറയില്ല 40. അപ്പൊ അബൂ ഹുറൈറ ഊഹിച്ചോ? ഇല്ല. നബി 40 പറഞ്ഞപ്പോ അവിടെ നിർത്തി. അതിനപ്പുറത്ത് എന്താന്നുള്ള അറിയില്ല എന്നാ പറഞ്ഞത്. 40 ദിവസമോ മാസമോ വർഷമോ അതിൻ്റെ അപ്പുറത്ത് കാണോ? അറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചത്ര നിൽക്കുമെന്നാണ്. ഒരൊറ്റ ദിവസത്തിന്റെ മഹ്ശറ മണ്ണിന്റെ ദൈർഘ്യത്തെ കുറിച്ച് 50,000 കൊല്ലത്തിന്റെ സമാനമായ ഒരു ദിവസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അതിനിടയിൽ ഈ രണ്ട് നഫ്ഖത്തുകൾക്കിടയിൽ എത്രയാണുള്ളത് എന്ന് അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റസൂൽ പിന്നീട് അബൂ ഹുറൈറ പറയാണ്, സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ. പിന്നീട് അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഈ നഫ്ഖത്തുകൾക്ക് സൂറിലുള്ള ഊത്തിന് ശേഷം അല്ലാഹു മഴ ചൊരിയുന്ന മഴ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൽ മറ്റൊരു അല്ലാഹു യൗമ തുബദ്ദിലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി എന്ന ആയത്തിൽ നമുക്ക് കാണാം, ഭൂമി ഇന്ന് കാണുന്ന ഭൂമി അല്ലാതെയാക്കപ്പെടുന്ന ഒരു ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുപോലെ ഒരു റൊട്ടി പോലെ ആയിരിക്കും. ഒരു റൊട്ടി പോലെ യാതൊന്നുമില്ലാതെ, മരങ്ങളോ ഒന്നും തടസ്സങ്ങളോ ഒന്നുമില്ലാതെ മഹ്ശറ മണ്ണ് എങ്ങനെയായിരിക്കും? ഒരു റൊട്ടിയുടെ പ്രതലത്തെ പോലെ നീണ്ട് വിശാലമായി പരന്ന് കിടക്കുന്നതാണ് പറഞ്ഞ രീതിയിലുള്ളത്. അങ്ങനെ ആയിരിക്കും ഭൂമിയെ ഇന്ന് കാണുന്ന ഭൂമി അല്ലാതാക്കി മാറ്റുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ രീതിയിൽ കാണാം. അപ്പൊ അള്ളാഹു പറയണം, ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ ചൊരിയും. എന്നിട്ടോ ചീര മുളക്കുന്നത് പോലെ മനുഷ്യർ മുളച്ചു വരുന്നു. അപ്പൊ പിന്നീട് മനുഷ്യർ മുളച്ചു വരുമെന്ന് പറഞ്ഞാൽ മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടും. കബറുകളിൽ നിന്ന് മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, വലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല. മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും ഒന്നും മണ്ണോട് ചേരാത്തതായിട്ടില്ല. ഇല്ല അദമൻ വാഹിദ. ഒരു എല്ലൊഴികെ ബാക്കി എല്ലാം മണ്ണിൽ ചേരും. വഹുവ അജ്ബുദ്ദനബി. ഉജ്ബുദ്ദനബി എന്ന് മറ്റൊരു പ്രയോഗം കാണാം. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ. ഉജ്ബുദ്ദനബി ഒരു കരുണാസ്തി, വാലറ്റും നമ്മുടെ ഇത് ചെന്ന് അവസാനിക്കുന്ന പൃഷ്ഠത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ മുതുകിൽ നിന്നും തണ്ടലിനോട് ചേർന്ന് അവസാനത്തിൽ നിൽക്കുന്ന ഒരു വാൽക്കുറ്റി, കരുണാസ്ഥിയുടെ ഭാഗം ഒഴികെയുള്ള ബാക്കിയെല്ലാം നുരുമ്പിച്ച് മണ്ണോട് ചേർന്ന് അതിൽ നിന്നാണ് പിന്നീട് പുനഃസൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നബിസല്ലല്ലാഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ നമുക്കതിന്റെ ഒരു സംഭവ്യത പറയുന്ന ഒരു ഹദീസ് റസൂൽ പറഞ്ഞത് കാണാം. ലാ തഖൂമു സ്സാഅ. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഫഇദാ ത്വലഅത് ഫറആഹ അന്നാസു ആമനു വജ്മഊൻ. അത് പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരും വിശ്വസിക്കും, എല്ലാ ആളുകളും വിശ്വാസികളായി മാറും. പക്ഷേ ഫദാലിക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. ഒരു നഫ്സും ഈമാൻ കൊണ്ടതുകൊണ്ട് കാര്യമില്ലാത്ത സമയമാണ്. ലം തകുന ആമനതു മിൻ ഖബൽ. മുമ്പ് വിശ്വസിച്ചവരൊഴികെ. മുമ്പ് വിശ്വസിച്ചവർക്ക് ഈമാൻ കൊണ്ട് ഫലവത്തായി. അവരാ വിശ്വസിച്ചത് നേർക്ക് കണ്ണാൽ കണ്ട് ബോധ്യപ്പെട്ടു. അതിന് ശേഷം വിശ്വസിച്ചവർക്കൊന്നും ആ വിശ്വാസം കൊണ്ട് ഫലമില്ലാതായി. കാരണം അപ്പൊ പിന്നെ പരീക്ഷണമാവുന്നില്ല. കണ്ണോട് കണ്ടിട്ട് പടച്ചവനെ പരലോകത്ത് പോയിട്ട് വിശ്വസിച്ചു, സ്വർഗ്ഗം നിലകൊണ്ട് അതും വിശ്വസിച്ചു. പിന്നെ പരീക്ഷണമാവില്ല. പരീക്ഷണം അവിടെ എപ്പോഴാണ്? കാണാതിരിക്കുമ്പോഴാണ്. ഒന്നും കാണാതിരിക്കുമ്പോൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞിട്ട് വിശ്വസിക്കാൻ പോലും വേണം. അതാണ്
പിന്നെ റസൂൽ പറഞ്ഞ ഒറ്റ പ്രയോഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വഖദ് നശറ വലാ തഖൂമന്ന സാഅ, അന്ത്യനാൾ സംഭവിക്കും. വഖദ് നശറ റജുലാനി തൗബഹുമാ ബൈനഹുമാ ഫലാ യതബായഅനി വലാ യതുബിയാനി. ചന്തയിൽ കമ്പോളത്തിൽ രണ്ട് മനുഷ്യർ പരസ്പരം അവരുടെ പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടുണ്ടാവും, ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും. അത് അവർ കച്ചവടം നടത്തൂല, അതിന് മുമ്പ് അന്ത്യനാൾ പിടിക്കും. അത് മടക്കി വെക്കാൻ അവർക്ക് സമയം കിട്ടുകയില്ല, അതിനു മുമ്പ് അന്ത്യനാളിന്റെ കാഹളം അവരിലേക്ക് കടന്നു വരുന്നതാണ്. ഒരു ഒട്ടകക്കുട്ടിയുടെ പാൽ കറന്നെടുത്ത് ഒരു മനുഷ്യനെ പോവുകയും, സന്ദർഭങ്ങൾ റസൂൽ പറയുന്ന സന്ദർഭങ്ങൾ നയിച്ചു. ഒരു ഒട്ടകക്കുട്ടിയുടെ പാൽ കറന്നെടുത്ത് റസൂലുള്ളാഹി ഒരു ഇഖ്തിഹത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പോവുകയായിരിക്കുന്നത്, അത് കുടിക്കാൻ അയാൾക്ക് പറ്റുകയില്ല. അതിനു മുമ്പായിരിക്കും അയാളെ, ആ വ്യക്തിയെ അന്ത്യനാൾ പിടികൂടുക. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാവുന്ന റസൂൽ അന്നത്തെ കാലഘട്ടക്കാർക്ക് കൂടി മനസ്സിലാക്കാവുന്ന നിലക്കാണ് റസൂൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ബോധ്യപ്പെടുത്തേണ്ടത് സംഭവിക്കുന്ന ആളുകളെക്കാൾ അവിടെ കേൾക്കുന്ന ആളുകൾക്ക് കൂടി റസൂൽ ബോധ്യപ്പെടുത്താൻ. ഹൗദ് വൃത്തിയാക്കുകയാണ്, ഒട്ടകങ്ങൾക്കുള്ള വെള്ളം കൊടുക്കുന്ന ഹൗദ് വൃത്തിയാക്കുന്ന, ആ ജലം വൃത്തിയാക്കി കഴിഞ്ഞ് ആ വെള്ളം കുടിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ അന്ത്യനാളിലേക്ക് ചെന്നു ചേരും. ഏറ്റവും അവസാനം റസൂൽ പറഞ്ഞത് ഒരു നടുക്കുന്ന ഒരു വാക്കുകൂടി, ഇങ്ങനെ ഒരാളിങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടിയെടുത്ത് അയാളുടെ വായിനോട് ചേർക്കുന്നതിന് മുമ്പ് അന്ത്യനാൾ സംഭവിക്കുന്നവരുമുണ്ട്. വളരെയധികം നമ്മൾ ഒരു അതിന്റെ തീവ്രത, അതിന്റെ ഒരു ഭയാനകതയാണ് തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരുപാട് സംഭവങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് അതിനോട് ചേർത്തി പറയേണ്ടതാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കടന്ന് വിശദീകരിക്കാൻ മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു വിഷയം കൂടി ഒറ്റ വാക്കുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇതിന്റെ വിശദീകരണത്തിൽ, ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ പറയുന്നത്, കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ വായിക്കാൻ കഴിയാവുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യനാളിൽ അല്ലാഹ് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു, അയാളെ നരകത്തിൽ നിന്നൊരു കോരി അയാളുടെ ദേഹത്ത്. പിന്നെയോ സുമ്മയുഖാൽ, അയാളോട് ചോദിക്കുന്ന, അതിനുശേഷം അയാളോട് ചോദിക്കും, യാ ഇബ്നു ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, എന്തായിരുന്നു താങ്കളുടെ അവസ്ഥ? താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഗതകാലത്തെക്കുറിച്ച്, പൂർവ്വകാലത്തെക്കുറിച്ച്, എന്തെങ്കിലും ഒരു നന്മയെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ പറയും, ഇല്ല റബ്ബേ, എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ ഒരു നന്മയെ ഞാൻ അനുഭവിച്ചത്, ഒരു സുഖം ഞാൻ ആസ്വദിച്ചതായിക്കൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്ന ആ നരകത്തിലേക്കാണ് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത്.